ഹലോ ഫ്രണ്ട്സ്, അപ്പം ഇന്ന് നമുക്കൊരു വെറൈറ്റി സ്നാക്കിൻ്റെ റെസിപ്പി കണ്ടാലോ. സാധാരണ ഇതിന് ഫ്ലവർ പോട്ട് എന്നാണ് പറയുക, പക്ഷെ ഞങ്ങളിവിടെ ഇതിന് ഗ്ലാസ് അപ്പം എന്നാണ് കേട്ടോ പറയുക. അതിനായിട്ട് ഫസ്റ്റ് ഉള്ളി, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി പേസ്റ്റ്, കുറച്ച് കറിവേപ്പില ഇട്ടിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇതൊന്ന് വാടി വരുമ്പോൾ അതിലേക്ക് പൊടികളായ മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഗരം മസാല, ചിക്കൻ മസാല എന്നിവ ഇട്ടിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അതിലേക്ക് ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് വേവിച്ച് ക്രഷ് ചെയ്തെടുത്ത് ചിക്കനും കൂടി ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. മൈദപ്പൊടി, വെള്ളം, ഉപ്പൊക്കെ ചേർത്ത് കുഴച്ചെടുത്തിട്ട് ഇതേപോലെ ഒന്ന് പരത്തിയെടുക്കുക. എന്നിട്ട് ചെറിയൊരു മൂടി എന്തെങ്കിലും എടുത്തിട്ട് ഇതേപോലെ വട്ടത്തിലൊന്ന് മുറിച്ചെടുക്കുക. ഒരു സ്റ്റീൽ ഗ്ലാസ് എടുത്ത് കമിഴ്ത്തി പിടിച്ചിട്ട് നമ്മൾ നേരത്തെ പരത്തി വെച്ചത് ഇതിൻ്റെ മുകളിൽ വെച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്ത് അമർത്തി കൊടുക്കുക. ആ ഗ്ലാസ് ഇതേപോലെ ഇറുക്കിക്കൊണ്ട് പിടിച്ചിട്ട് ചൂടായ എണ്ണയിലിട്ടിട്ടൊന്ന് പൊരിച്ചെടുക്കുക. എണ്ണയിലിട്ട് പൊരിക്കുമ്പോൾ ഇതേപോലെ വിട്ട് വരും. വിട്ട് വന്നിട്ടില്ലെങ്കിൽ ചെറിയൊരു പപ്പടക്കോലോ എന്തെങ്കിലും എടുത്ത് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. ഇത് ഏകദേശം ഒരു ഫ്ലവർ പോട്ടിൻ്റെ ഒക്കെ രൂപത്തിലാണ് ഉണ്ടാവുക. നമ്മളിത് എല്ലാതും ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിന് വേണ്ടിയിട്ട് ഒരു ചമ്മന്തി ഉണ്ടാക്കണം. അതിന് വേണ്ടിയിട്ട് തേങ്ങയിലേക്ക് വെളുത്തുള്ളി, പച്ചമുളക്, കുറച്ച് ഉപ്പ്, പിന്നെ കുറച്ച് ചെറുനാരങ്ങ പിഴിഞ്ഞ് വയ്ക്കുക. എന്നിട്ട് ഒരു ചമ്മന്തി ഉണ്ടാക്കിയെടുക്കുക. കക്കിരി, ക്യാരറ്റ് എന്നിവ വട്ടത്തിൽ മുറിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് ഫില്ല് ചെയ്തെടുക്കുക. അതിനായിട്ട് ആ ഒരു പോട്ടിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച മസാല കുറച്ച് ഇട്ട് കൊടുക്കുക. പിന്നെ അതിൻ്റെ മുകളിൽ കുറച്ച് ചമ്മന്തി വെച്ച് കൊടുക്കുക. അതിൻ്റെ മുകളിലേക്ക് ഒരു പീസ് കക്കിരിയും ഒരു പീസ് ക്യാരറ്റും കൂടി വെച്ച് കൊടുക്കുക. അതിൻ്റെ മുകളിൽ കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കുക. നമ്മളെ ഫ്ലവർ പോട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിൽ ഷവർമൻ്റെ ഫില്ലിങ്സ് ഒക്കെ വെച്ചിട്ട് ഉണ്ടാക്കും. എന്നാലും ഞങ്ങൾക്ക് കൂടുതൽ ഇഷ്ടം ഇങ്ങനെ ഉണ്ടാക്കുന്നതാട്ടോ. ഇത് ഇതുവരെ ഉണ്ടാക്കാത്തവരൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ ഓക്കെ, ബൈ.